الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവും ജീവനും പടച്ച റബ്ബിൻ്റെ അതിമഹത്തായ ഒരു വരദാനമാണ്. അഥവാ ആർക്കും വിലമതിക്കാനാകാത്ത വലിയ അനുഗ്രഹങ്ങളാണ് അത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അത് ഫലപ്രദമായി വിനിയോഗിക്കുവാനാണ് മതം നമ്മളോട് അനുശാസിക്കുന്നത്. അതിലൂടെ ദുനിയവിയായും ഉഖറവിയായുമുള്ള ജീവിതത്തിൽ വിജയം വരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അത് മതപരമായൊരു ബാധ്യത കൂടിയായിട്ടാണ് ഖുർആനിൻ്റെ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജിഹാദിൻ്റെ ആശയതലം പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ അതാണ് അർത്ഥമാക്കുന്നത്. അഥവാ വൽ ജിഹാദു ബദ്ലുൽ വുസ്ഇ ഫീ ഹുസൂലിൽ ഗർളിൽ മത്ലൂബ്. നമ്മൾ നേടിയെടുക്കേണ്ടതായ ലക്ഷ്യം അത് നമുക്ക് കൈവരിക്കുവാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന പരമാവധി പരിശ്രമം നടത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആനിൽ എത്രയോ ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കേണ്ടതുപോലെ പരിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ
അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളെല്ലാം പരലോക വിജയത്തിന് ഉപകരിക്കുമാറ് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് അതിന്റെ താല്പര്യം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ മാർഗത്തിൽ അങ്ങനെ അത്യധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് സന്മാർഗത്തിന്റെ വഴികൾ നാം തുറന്നു കൊടുക്കും, അവരെ സന്മാർഗത്തിലൂടെ നയിക്കും എന്നും ഖുർആൻ പറയുന്നുണ്ട്. അതിനെല്ലാം പറ്റുന്ന വിധത്തിൽ സഹായകമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ വേറെയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ബാഹ്യമായ അവയവങ്ങളായ നമ്മുടെ കണ്ണും കാതും കയ്യും കാലുമെല്ലാം പരലോകത്തെ ആ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഭാഗമാണെങ്കിൽ ആന്തരികമായ കുറെ അവയവങ്ങൾ കൂടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ മസ്തിഷ്കം, ബ്രെയിൻ, അതേപോലെ തന്നെ ഹാർട്ട്, ഇങ്ങനെ തുടങ്ങി ഇന്റേണൽ ഓർഗൻസ് കുറെയുണ്ട്. ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയത് ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ നാൽക്കാലികളെ പോലെ തിന്നും കുടിച്ചും രമിച്ചും സുഖിച്ചും ഒക്കെ ജീവിച്ചങ്ങ് മരിച്ചു പോകുവാനല്ല, മറിച്ച് അതിനപ്പുറത്ത് വലിയ ഒരു ലക്ഷ്യം നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ അവയവങ്ങളെയും നശിപ്പിക്കുന്ന, ജീവിതത്തെ തന്നെ കാർന്നു തിന്നുന്ന മഹാ അപകടകാരിയാണ് ലഹരി അഥവാ ഡ്രഗ്സ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുടുംബപരവും സാമൂഹികവും സാമ്പത്തികവുമായ വലിയ വലിയ നഷ്ടങ്ങളാണ് അതിലൂടെ ഉണ്ടാകുന്നത്. എത്രയെത്ര മിടുമിടുക്കരായ കുട്ടികൾ, അവരുടെ ജീവിതം പിന്നീട് നമ്മൾ കാണുന്നത് അവനാണോ അവളാണോ ഇവൾ എന്ന് ചോദിക്കുന്ന രീതിയിൽ അവരുടെ എല്ലാ പെർഫോമൻസും നഷ്ടപ്പെട്ട് അവർ ജീവച്ഛവങ്ങളായി മാറിയ അവസ്ഥയുണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഡ്രഗ്സിന്റെ പിടുത്തത്തിൽ അവർ പെട്ടുപോയി എന്നുള്ളതാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ, വിശിഷ്യ നമ്മുടെ ഈ കൊച്ചു ജില്ലയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. പ്രായപൂർത്തിയായ വലിയ വലിയ ആളുകൾ, അതും രഹസ്യമായി ഒക്കെയായിരുന്നു ലഹരി ഉപയോഗിക്കുകയും മയക്കുമരുന്നിന്റെ അടിമകളായി മാറിയ ആളുകളുമൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി അതല്ല. ചെറിയ ചെറിയ കുട്ടികൾ സ്കൂൾ തലങ്ങളിൽ മുതൽ അത് ശീലിക്കുകയും അതിന്റെ എല്ലാം അടിമകളായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സ തേടിയെത്തുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു വസ്തുത. അതിൽ പകുതിയോളം വരുന്ന ആളുകൾ 18 വയസ്സിന് താഴെയുള്ള നമ്മുടെ കൗമാരപ്രായക്കാരാണ്, കുട്ടികളാണ് എന്നറിയുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഈ ലഹരിക്ക് പുതിയ പുതിയ രൂപങ്ങളും ഇനങ്ങളുമാണ് എന്നുള്ളത്. പണ്ട് കാലങ്ങളിൽ ഉള്ളതുപോലെ ചുരുട്ടി വലിക്കുവാൻ മാത്രം പറ്റുന്ന ഏതെങ്കിലും കഞ്ചാവോ ഹഷീഷോ പോലെയുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇതിന്റെയൊക്കെ പുതിയ പുതിയ രൂപങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ സിന്തറ്റിക് ഡ്രഗ്സ് വന്നതോടുകൂടി അഥവാ രാസലഹരി വന്നതോടുകൂടി ആരാണത് ഉപയോഗിക്കുന്നത് എന്ന് പോലും അറിയാത്ത, ഒരു സ്മെല്ലോ ഒരു പ്രത്യേകതയോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ദർശിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ അത് അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗിക്കുന്നവരെ കണ്ടാൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലും നമുക്ക് അറിയാൻ കുറെ പ്രയാസമെടുക്കുന്ന അവസ്ഥയിലാണുള്ളത്. പെട്ടെന്നറിയാൻ പറ്റാത്ത പല രൂപത്തിലും പല പേരുകളിലും ഇന്നത് സുലഭമാണ് എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട സംഗതിയാണ്. പൗഡർ രൂപത്തിലും ഗുളികകളായിട്ടും ഇഞ്ചക്ഷനായിട്ടും എന്തിനേറെ സ്റ്റാമ്പ് രൂപത്തിലും പുകയായിട്ടുമൊക്കെ അത് കിട്ടും. അത് ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് ഐ ഡ്രോപ്സ്, നമ്മുടെ കണ്ണിൽ ഒരു വേദനയോ കടച്ചിലോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ ഒറ്റിക്കുന്ന ആ തുള്ളിമരുന്ന് രൂപത്തിൽ പോലും ഈ സാധനം ലഭ്യമാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അത് വ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യമെങ്ങാനും ആരെങ്കിലും അത് ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ മായാവലയത്തിൽ കുടുങ്ങുമെന്നതാണ് അതിന്റെ അപകടമായി ആവശ്യകമായി അറിവുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന സംഗതി. അതില്ലാത്ത സ്ഥിതി അവർക്ക് സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അതിന്റെ അഡിക്ഷൻ, അതിന്റെ അഡിക്റ്റ് ആകുന്ന അവസ്ഥയിലേക്ക് അവരെത്തും. മതം മുമ്പേ ഇതിനോടൊക്കെ നോ പറഞ്ഞിട്ടുണ്ട് എങ്കിലും മതമൊക്കെ ഒരു മോശമായ സംഗതിയായി കാണുന്ന പുരോഗമനത്തിന്റെ പേരിൽ അതെല്ലാം ഒഴിവാക്കി 6-ാം നൂറ്റാണ്ടിലെ നിയമം ഞങ്ങളോട് പറയേണ്ടതില്ല എന്ന് പറയുന്ന പുതിയ തലമുറയിലാണ് ഇത്തരം ദുരന്തങ്ങൾ വ്യാപിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ഇസ്ലാം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞത് ഏതെങ്കിലും വൈകാരികമായി ആരെങ്കിലും വാശി പിടിച്ചു പറഞ്ഞൊരു നിയമമൊന്നുമല്ല, അള്ളാഹുവിന്റെ നിയമമാണ്. അത് ഹിഫ്ദുൽ അഖൽ, മനുഷ്യന്റെ സവിശേഷമായ പടച്ചിറപ്പ് നൽകിയ ബുദ്ധിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്. അതേപോലെ തന്നെ
ഹിഫ്ളുൻ നഫ്സ്, അള്ളാഹു മനുഷ്യജീവന് വലിയ വിലയും പ്രാധാന്യവും നൽകിയിട്ടുണ്ട്. ആ മനുഷ്യ ശരീരത്തെ, അവരുടെ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഹിഫ്ളുൽ മാൽ, സമ്പത്ത് ഇസ്ലാമികമായി വിലയുള്ള പരിഗണിക്കപ്പെടേണ്ട സംഗതിയാണ്. അത് സംരക്ഷിക്കണം. അനാവശ്യമായി ചെലവഴിച്ച് സമൂഹത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന, വ്യക്തിക്ക് ദൂഷ്യമുണ്ടാക്കുന്ന അത്തരം ഹീനമായ പ്രവൃത്തികളിലേക്കൊന്നും പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം അതിനോടൊക്കെ നോ പറഞ്ഞത്. അതേപോലെ വഹിമായത്തുൽ മുജ്തമ, സമൂഹത്തെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിലൊന്നാണ്. ആ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കേവലം ഒരു വ്യക്തിയിൽ മാത്രമല്ല അതിന്റെ അപകടങ്ങൾ കുടികൊള്ളുന്നത്. അയാളും അയാളുടെ കുടുംബവും അയാൾ ബന്ധപ്പെടുന്ന സമൂഹവും എല്ലാം അതിന്റെ അനർത്ഥങ്ങളിൽ, അപകടങ്ങളിൽ ഇരയാകുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പല ഹിക്മത്തുകളും ഇസ്ലാം പറഞ്ഞ ആ നിയമത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് മുമ്പേ ഇസ്ലാം അതിശക്തമായി അതിനെ വിലക്കിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ ആയത്ത് വളരെ വ്യക്തമായി അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഈമാനുള്ള സത്യവിശ്വാസികളെ, അള്ളാഹു പറഞ്ഞതിൽ വിശ്വാസമുള്ള, പടച്ചവന്റെ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളെ സത്യപ്പെടുത്തുന്ന, അമ്പിയാക്കന്മാർ അറിയിച്ച കാര്യങ്ങളിൽ സംശയങ്ങളില്ലാത്ത വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യം, ചൂതാട്ടം, അതേപോലെ തന്നെ പ്രതിഷ്ഠകൾ, അതേപോലെ ഭാഗ്യനിർഭാഗ്യങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടി അന്നുപയോഗിച്ച അമ്പുകൾ, ഇങ്ങനെ ഇസ്ലാമികമല്ലാത്ത ഈ പ്രവർത്തനങ്ങളെ എല്ലാറ്റിനെയും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളുടെ വൃത്തികെട്ട അഴുക്കുകളാണ്, മാലിന്യങ്ങളാണ് എന്നാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, വിശ്വാസികളെ നിങ്ങൾ അത് ഒഴിവാക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി. ദുനിയാവിലും നിങ്ങൾക്ക് വിജയിക്കാം, പരലോകത്തും വിജയിക്കാം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അത്തരം ലഹരി പദാർത്ഥങ്ങളുമായി, മയക്കുമരുന്നുമായി വിശ്വാസികൾക്ക് ആർക്കും ഒരു ബന്ധമുണ്ടാകുവാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇടരുത് എന്നാണ്. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, മറിച്ച് സ്വന്തത്തോടും സമൂഹത്തോടും എല്ലാം നിങ്ങൾ കടമകളുള്ള, കടപ്പാടുകളുള്ള, നന്മകൾ ചെയ്യുന്ന ആളുകളായിരിക്കണം. അത്തരം ആളുകളെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 195-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ ആയത്ത് പ്രതിപാദിക്കുമ്പോൾ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു ഭാഗം, വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ നല്ലതൊക്കെയും ആ പ്രവാചകൻ നിങ്ങൾക്ക് അനുവദിച്ച് വകവെച്ച് തന്നിട്ടുണ്ട്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, വൃത്തികെട്ട അഴുക്കുകളായ മാലിന്യമായ സംഗതികൾ അത് പാടില്ല എന്നും ആ പ്രവാചകൻ വിലക്കിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം വിലക്കിയപ്പോൾ മദ്യപാനി അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു. അവർക്ക് നരകത്തിന്റെ ദുർനീർ, ആളുകളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചലവും ചോരയും കലർന്ന അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്ന തീനത്തുൽ ഖബാൽ അവരെ കുടിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പ്രവാചകൻ തന്നെ പറഞ്ഞതാണ്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ വൃത്തികേടുകളുടെയും മാതാവാണ്, സംഗമ ഭൂമിയാണ് വാസ്തവത്തിൽ ലഹരി എന്നത്, മദ്യം എന്നത്. മദ്യം എന്ന് പറയുമ്പോൾ ഒഴിച്ചു കുടിക്കുന്ന മദ്യമാണ്, കള്ളാണ്, അല്ലെങ്കിൽ ബ്രാൻഡിയാണ്, അതുപോലെയുള്ള സംഗതികളാണ് എന്നാരും ധരിക്കേണ്ടതില്ല. അത് മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത്, അൽ ഖംറു കുല്ലു മാ ഖാമറൽ അഖ്ൽ, മനുഷ്യന്റെ ബുദ്ധിയെ മറക്കുന്ന, അതിന് അപകടം വരുത്തുന്ന എല്ലാ സംഗതികളും ഈ പറഞ്ഞ മദ്യത്തിന്റെ, ലഹരിയുടെ ആ വകുപ്പിൽ വരുമെന്നാണ്. അപ്പോ ഏതെല്ലാം ലഹരികളാണെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ പൗഡർ ആണെങ്കിലും, ഗുളികയാണെങ്കിലും, ഇഞ്ചക്ഷൻ ആണെങ്കിലും, സ്റ്റാമ്പാണെങ്കിലും, അതല്ലെങ്കിൽ പുകയാണെങ്കിലും, തുള്ളിമരുന്നുകൾ പോലെയുള്ളതാണ് എങ്കിലും, ഏതെല്ലാം വകഭേദത്തിലാണെങ്കിലും ലഹരി ഉണ്ടാക്കുന്നതാണോ അതെല്ലാം മദ്യം അല്ലെങ്കിൽ ഖംർ എന്ന ആ പദത്തിൽ ലഹരിയുടെ എല്ലാറ്റിനെയും ഇസ്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട് 10ഓളം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു അള്ളാഹു ശപിച്ചതായി. അള്ളാഹുവിന്റെ ലഅനത്ത് കിട്ടാതെ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലേക്കും പോകുവാൻ സാധിക്കുകയില്ല എന്നാണ്. ഇന്നല്ലാഹ ലഅനൽ ഖംറ വആസിറഹ വമുഅ്തസിറഹ വശാരിബഹ വഹാമിലഹ
വൽ മഹ്മൂലത ഇലൈഹി വബായിഅഹ വമുബ്താഅഹ വസാഖീഹ വമുസ്ഖീഹ. ഇങ്ങനെ 10ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. ഏതൊക്കെയാണ് ആ 10 വിഭാഗം? 1, ലഹരി വസ്തുവിനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. 2, അത് ഉൽപ്പാദിപ്പിക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അത് വിൽപ്പന നടത്തുന്ന ആളുകളെ അള്ളാഹുവിന്റെ ലഅനത്ത് തേടിയെത്തും. അത് വാങ്ങുന്നവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അത് എത്തിച്ചു കൊടുക്കുന്ന കാരിയറായിട്ടുള്ള ആളുകൾ, ഒന്നും അറിയണ്ട, നീ ആ പൊതി അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് പൊതി എത്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന്. ആർക്ക് വേണ്ടിയാണോ എത്തിച്ചു കൊടുക്കുന്നത് അവിടെ വാങ്ങാൻ നിൽക്കുന്ന ആളുകൾ, അവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ആ വരുമാനം ഉപയോഗിക്കുന്ന ആകിലു സമനിഹ, അതിന്റെ വരുമാനം, ആ പൈസ വെച്ച് ജീവിക്കുന്ന, അതിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതേപോലെ ലഹരി ഉപയോഗിക്കുന്നവരെയും ഉപയോഗിക്കാൻ ഒരുക്കി കൊടുക്കുന്ന, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരെയും എല്ലാം, ഇങ്ങനെ 10 വിഭാഗം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലഹരിയുമായി ബന്ധപ്പെട്ട് ശപിച്ചതായി, അള്ളാഹുവിന്റെ ലഅനത്തുള്ളതായി അറിയിച്ച ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അഥവാ ഇതിന്റെ എല്ലാറ്റിന്റെയും വാതിലടക്കുകയാണ് ഇസ്ലാം. സദ്ദുദ്ദറാഇ, തിന്മയിലേക്കുള്ള എല്ലാ വഴികളും ബന്ധിക്കുക എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിയമമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത്രമാത്രം ഗൗരവത്തിൽ പരിശുദ്ധ ഇസ്ലാം ലഹരിയെയും മദ്യത്തെയും മയക്കുമരുന്നിനെയും ഒക്കെ കാണുവാനുള്ള കാരണം, ഇന്ന് വിവരമുള്ള ആളുകളൊക്കെ സമ്മതിക്കും, ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഒരു വിഭാഗത്തെ തകർക്കാൻ ആറ്റം ബോംബുകളുടെ ആവശ്യമില്ല. മിസൈലുകളും അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും യുദ്ധവിമാനങ്ങളോ ആയുധങ്ങളോ ഒന്നും ആവശ്യമില്ല. അവർക്ക് യഥേഷ്ടം ലഹരി കിട്ടുവാൻ പറ്റുന്ന രീതിയിൽ ഒഴുക്കാൻ നമുക്ക് സാധിച്ചാൽ ഏത് രാജ്യത്തെയും, ഏത് സമൂഹത്തെയും, ഏത് ജനതയെയും നിഷ്പ്രയാസം നശിപ്പിച്ച് കളയാൻ സാധിക്കുമെന്ന് ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കളും വരും തലമുറയും നശിക്കാതിരിക്കാൻ നാം ഒരുമിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പിടിച്ചു കെട്ടണം ഈ സാമൂഹ്യ വിപത്തിനെ, ലഹരിയാകുന്ന ഈ സാമൂഹ്യ വിപത്തിനെ പിടിച്ചു കെട്ടാൻ ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ തിന്മയെ തല്ലിക്കെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കളിലേക്കും അത് പെട്ടെന്ന് എത്തുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. എന്റെ മക്കളൊക്കെ കൃത്യമായി പള്ളിയിൽ പോകുന്നവരാണ്, അവർ മദ്രസയിൽ പോയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഏതെങ്കിലും ആപത്തിലും അപകടത്തിലേക്കും ചെന്ന് വീണതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഘട്ടത്തിൽ നമ്മൾ കൈകടിച്ചിട്ട് പ്രയാസപ്പെടേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഗൗരവത്തിൽ അത് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ സഹോദരങ്ങളെ, ആർക്കെങ്കിലും ഒക്കെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും നയാ പൈസ നക്കാപ്പിച്ച കിട്ടുന്നുവെങ്കിൽ, ഞാനത് കണ്ടിട്ടൊന്നും മിണ്ടുന്നില്ല, പ്രത്യേകിച്ച് ഞാനതുമായി സഹകരിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും കൊടും ക്രൂരതയാണ് അവർ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മറ്റു പല ആളുകളുടെയും ജീവനും ചോരയും ശവവുമാണ് അവരുടെ പോക്കറ്റിലേക്ക്, അക്കൗണ്ടിലേക്ക് എത്തുന്ന ആ പണം എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ, എനിക്ക് കോടികൾ കിട്ടിയാലും ലഹരിയുമായി ബന്ധപ്പെട്ട് ഒന്നിനും ഞാൻ ഒത്താശ ചെയ്യുകയില്ല, സഹകരിക്കുകയില്ല എന്നൊരു വിശ്വാസിക്ക് പറയാൻ സാധിക്കണം. അതേപോലെ മനുഷ്യസ്നേഹികളായ ആർക്കും അത് പറയാൻ സാധിക്കണം. ഇത് സമൂഹത്തിൽ ഇത്രയേറെ പ്രചരിക്കുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തി വേരോടെ പിഴുതെറിയുവാൻ സാധിക്കുമ്പോഴാണ് ഭരണകൂടത്തിന് ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കുവാൻ സാധിച്ചു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മതം ഇതൊക്കെ നിഷിദ്ധമാണ്, പാടില്ല എന്ന് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ധാർമ്മികതയെ കുഴിച്ചു മൂടുവാൻ മത്സരിക്കുകയാണ് ഇന്ന് ആധുനിക തലമുറ. ലിബറൽ ചിന്തകളുമായി, അതേപോലെ തന്നെ ദൈവം അല്ലെങ്കിൽ മതം, വേദഗ്രന്ഥം, പ്രവാചകൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞെറ്റി ചൊളിക്കുന്ന ആളുകൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരം ദുരന്തങ്ങൾ അവിടെയെല്ലാം ഉണ്ടാകും. കാരണം അവർ പറയുന്നത് മൈ ബോഡി മൈ റൈറ്റ്, എന്റെ ശരീരം അത് എന്റെ അവകാശമാണ്, മൈ റൂൾസ് മൈ ചോയ്സ്, എന്റെ നിയമങ്ങളൊക്കെ ഞാൻ തന്നെ തെരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ ആരും ഉപദേശിക്കാനും നന്നാക്കാനൊന്നും വരേണ്ടതില്ല, എനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഉസ്താദുമാരും വരണ്ട, ടീച്ചർമാരും അധ്യാപകരും എന്നെ ഉപദേശിക്കാൻ വരേണ്ട, സമൂഹത്തിലെ മുതിർന്നവരും ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സഹോദരങ്ങളെ, ജീവിതം ഒന്നേയുള്ള, അത് അടിച്ചു പൊളിക്കുക എന്നതാണ് അവരുടെ മുദ്രാവാക്യം. ഈ ആശയം പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ഉപദേശങ്ങളെ വെറുക്കും. അവരുടെ സൗകര്യങ്ങൾക്കും ആനന്ദങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒക്കെ തടസ്സം നിൽക്കുന്നവരാണ് നമ്മൾ എന്ന്
അവർ തെറ്റിദ്ധരിക്കുകയും മുദ്രകുത്തുകയും ചെയ്തുകൊണ്ട് ഇതൊക്കെ അവർ വളരെ അലർജിയോടുകൂടി കാണുകയും ഇതിനെതിരിലുള്ള ഭാഗത്തേക്ക് അവർ ഓടി അടുക്കുകയും ചെയ്യുകയാണ്. അതേപോലെ തന്നെ വമ്പൻ വിപണി, ലോകത്തെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടക്കുന്ന ബിസിനസ്സുകൾ നമ്മൾ പരിശോധിച്ചാൽ ഒന്ന് ആയുധ കച്ചവടമാണെങ്കിൽ മറ്റൊന്ന് ലഹരിയാണ്, മറ്റൊന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗങ്ങളും അതിന്റെ പരസ്യങ്ങളും ഒക്കെയാണ്. അപ്പോ വലിയ ലാഭം ഇവിടെ നടക്കുന്നുണ്ട്, വലിയ കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു മാസം കൊണ്ട് നമ്മൾ അധ്വാനിച്ച് നേടുന്ന വരുമാനം ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും മതമില്ലാത്ത, പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത, വിചാരണയെക്കുറിച്ചും സ്വർഗ നരകങ്ങളെക്കുറിച്ചും ചിന്തയും പഠനവും നടത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് അവർ ലാഭം കിട്ടുന്ന വഴിക്ക് പോകും. അതേപോലെ നമ്മുടെ നാടുകളിലൊക്കെയുള്ള നിയമങ്ങളുടെ ദുർബലത ഇത് പ്രചരിക്കാൻ, പഠനാൻ ഏറെ സഹായകമായിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന പലതും പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ട് എന്നതാണ്. ഇനി പിടികൂടിയാൽ തന്നെ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ട് എന്നറിയുമ്പോൾ സ്വാഭാവികമായും ധൈര്യത്തോടു കൂടിയാണ് പോലീസുകാരോടും ഉദ്യോഗസ്ഥന്മാരോടുമൊക്കെ അവർ സംസാരിക്കുന്നത്, തട്ടിക്കയറുന്നത്. നിങ്ങളുടെ തൊപ്പി തെറിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അതിന്റെ അപകടങ്ങൾ എത്രമാത്രം താഴ്ന്ന് വേരുകളായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്രകാരം തന്നെ ആവശ്യക്കാരുടെ വർധനവ്, ജീവവായു വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എന്തും വിറ്റും പെറുക്കിയും അത് വാങ്ങും, കാരണം ശ്വാസം കിട്ടണമെങ്കിൽ. ഇതുപോലെ ജീവവായുവിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ആവശ്യമായി ലഹരിയെ ഇന്ന് സമൂഹം കാണുന്നു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അത് വാങ്ങാൻ, കുടുംബം വിറ്റിട്ടാണെങ്കിലും അവർക്കത് കിട്ടണം. അതിന്റെ അടിമകളായി തീർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അത് കിട്ടാൻ ഇനി സ്വന്തം ഉമ്മയുടെ കഴുത്തറക്കേണ്ടി വന്നാൽ അറുക്കാൻ മടിയില്ലാത്ത മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. മലയാളികൾക്കിടയിൽ അത് വാർത്തയായി വന്നതാണ്. നമ്മൾ ചിലപ്പോൾ വായിച്ച് അല്ലെങ്കിൽ വാർത്തകൾ കേട്ട് തള്ളിയിട്ടുണ്ടാകും. നമ്മുടെ വീടകങ്ങളിലേക്ക് ഇത്തരം ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്ന് വാവിട്ട് കരയുന്നുണ്ടാവുക. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരും തലമുറയെയും സംരക്ഷിക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണർന്ന് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ മക്കളുടെയൊക്കെ കൂട്ടുകെട്ടുകൾ, ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകൾ കൊള്ളരുതാത്തവനാണ്, അവനൊന്നും ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനല്ല, 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറേണ്ടവനാണ് എന്ന് പറഞ്ഞ് അപഹസിക്കുന്ന, പുച്ഛിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ന്യൂജൻ തലമുറയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ, തീർച്ചയായും നമുക്ക് തീർത്താൽ തീരാത്ത വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. കുട്ടികളെ ബോധവൽക്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. അവരെ കണ്ണികളാക്കി വലിയ ബിസിനസ് റാക്കറ്റുകൾ ഇവിടെ നടക്കുന്നു. കാരണം ചെറിയ കുട്ടികളെ സംബന്ധിച്ച് സംശയിക്കുകയില്ല, അവർ ലഹരി ഉപയോഗിക്കുമെന്നോ ലഹരിയുടെ കച്ചവടക്കാരാണ് എന്നോ ആരും സംശയിക്കുകയില്ല. അവരോട് എന്ത് പറയും? മോന് നല്ലൊരു മിഠായി തരാം, ചോക്ലേറ്റ് തരാം, അല്ലെങ്കിൽ പോക്കറ്റ് മണിയായി 50-100 രൂപ തരാം, ഈ പൊതി ഇന്ന ചേച്ചിക്ക് അല്ലെങ്കിൽ ചേട്ടന് കൊണ്ടുപോയി ഇത്താക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അവരുടെ കളിസ്ഥലങ്ങളിൽ എത്തിക്കുന്ന ആളുകളുണ്ട്. അവർ പഠിക്കുന്ന ക്യാമ്പസുകളിൽ അത് യഥേഷ്ടം എത്തിച്ചു കൊടുക്കുവാൻ ആളുകളുണ്ട്. ഉത്സവങ്ങളിലും ആഘോഷ പരിപാടികളിലുമൊക്കെ ഇതിന്റെ യഥേഷ്ടമുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായൊരു വസ്തുത. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികൾ എന്നുള്ള നിലയിൽ സമൂഹത്തെ നേരെ ചൊവ്വെ നടന്ന് സമാധാനത്തോടുകൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ഇതിന്റെ ദുരന്തത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി ആ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണം. അത് മതപരമായി കൂടിയുള്ള നമ്മുടെ ഒരു ബാധ്യതയാണ്. ഇവിടത്തെ ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തിന്മകൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നിൽ ഉണ്ടാവുക എന്നത് മതപരമായി കൂടിയുള്ള നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി. ഒരു തിന്മ, ഏത് തിന്മയാണെങ്കിലും ഒരു വിശ്വാസി കണ്ടാൽ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യണമെന്ന്. കൈകൊണ്ട് തടയാൻ അധികാരം ഉപയോഗിക്കാൻ പറ്റാത്ത ഇടങ്ങളാണെങ്കിലോ നാവുകൊണ്ടെങ്കിലും അതിനെതിരെ ശബ്ദിക്കണം, എതിർക്കണം. ഇനി അതിനും കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം. അത് ഈമാനിന്റെ അവസാനത്തെ പടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരിയെ, ഈ മയക്കുമരുന്നിനെ, അതിന്റെ എല്ലാവിധ ആധുനിക രൂപങ്ങളെയും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ചറബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതോടൊപ്പം
നമ്മൾ ബോധപൂർവമായി പരിശ്രമിക്കണം എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ സമൂഹത്തിനും അതിനുള്ള കൃത്യമായ ദിശാബോധവും സൽബുദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ പടച്ചറബ് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹവും അതേപോലെ തന്നെ വലിയൊരു അമാനത്തുമാണ്. മക്കളില്ലാത്ത എത്രയോ ആളുകൾ അതിനുവേണ്ടി കൊതിക്കുകയും സങ്കടപ്പെടുകയും ദുആയിരക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ ഒരു സ്വകാര്യ ദുഃഖമായി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കളെ അനുഗ്രഹമായി കാണാനും അനുഗ്രഹം എന്നതിനേക്കാൾ അപ്പുറത്ത് പടച്ചറബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അമാനത്താണ്, ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം. അവർ നശിക്കാതെയും അവരെ നശിപ്പിക്കാതെയും നഷ്ടപ്പെടുത്താതെയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നുവെങ്കിൽ, നേരത്തെ പറഞ്ഞ ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മൾ കണ്ടാൽ അത് നിരീക്ഷിക്കണം. അവരുടെ കണ്ണുകൾ ചുവന്ന തുടുത്ത കണ്ണുകളായി നമ്മുടെ മക്കളുടെ കണ്ണുകൾ മാറിയിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിൽ നിന്ന് നല്ല കാര്യങ്ങളിൽ നിന്നൊക്കെ ഇടപെടുന്നതിന് പകരം ഉൾവലിയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടെങ്കിൽ അവർക്കെന്തോ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള എല്ലാവരും ലഹരിയുടെ അടിമകളാണ് എന്നൊന്നും അതിന് പറഞ്ഞതിന് അർത്ഥമില്ല. അതേപോലെ അവ്യക്തമായ സംസാരം, നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന നമ്മുടെ മക്കളുടെ സംസാരത്തിൽ അവ്യക്തത, അത് കട്ടായി മുറിഞ്ഞു പോകുന്ന രീതിയുണ്ടെങ്കിൽ, വേച്ച് നടക്കുന്ന പ്രകൃതമാണ് അവരുടേതെങ്കിൽ, വൃത്തിയില്ലാത്ത ഒരു ജീവിതമാണ് അവരുടേതെങ്കിൽ, അതേപോലെ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ കൂടുതൽ വിശപ്പ്, അതുമല്ലെങ്കിൽ ബാത്റൂമിൽ കൂടുതൽ സമയം വിനിയോഗിക്കുന്ന ഒരു പ്രവണത, അതേപോലെ തന്നെ അക്രമവാസന, ചിലപ്പോൾ സ്വന്തം സഹോദരനോട്, സഹോദരിയോട്, വീട്ടിലുള്ളവരോട് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളോടൊക്കെ ഇങ്ങനെ ഒരു ക്രൂവൽ മൈൻഡ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ലഹരിയുടെ ലക്ഷണങ്ങളായി ആ വിഷയകമായ അറിവുള്ള ഡോക്ടേഴ്സും പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞിരുന്ന സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ ഇങ്ങനെ ഏതെങ്കിലും അടയാളങ്ങൾ കണ്ടാൽ എന്റെ മോനും മോളൊന്നും അങ്ങനെ ചെയ്യൂല എന്ന് ഒരു മുൻവിധി നടത്തുന്നതിന് മുമ്പ് നമ്മളൊന്ന് വിട്ട് നിരീക്ഷിക്കുക. അവരെ അതോടുകൂടി കഞ്ചാവിന്റെയും ലഹരിയുടെയും ആളായി മുദ്ര കുത്തണം എന്നല്ല ഈ പറഞ്ഞത്. അവർ അറിഞ്ഞോ അറിയാതെയോ അത്തരം അപകടങ്ങളിൽ പെട്ടുപോകാൻ സാധ്യത മുമ്പെന്നത്തെക്കാളുമേറെ ഇന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നിരീക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അതേപോലെ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട്, ആരുമായിട്ടാണ് എൻ്റെ മോൻ കൂട്ടുകൂടുന്നത്, അവരെവിടെ പോകുന്നു എന്ന കാര്യം നമ്മൾ അറിയണം. മക്കളുടെ കൂട്ടുകാരും അവരുടെ കുടുംബവുമായൊക്കെയുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പരസ്പരം വിവരങ്ങൾ ഷെയർ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ഇന്ന് എൻ്റെ മോള് പോയത് ഇന്ന സ്ഥലത്താണ്, എൻ്റെ മോൻ പോയത് ഇന്ന സ്ഥലത്താണ്, ഇന്ന പരിപാടിയായിരുന്നു അവർക്ക് എന്നറിഞ്ഞാൽ അവിടെ എന്തുണ്ടായി എന്ന് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ആശ്വസിക്കുവാനും നിരീക്ഷിക്കുവാനും പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളോട് തുറന്നു പറയാൻ, നമ്മളുമായി പങ്കുവെക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു വിശാലമായ ബന്ധവും സ്പേസും അവർക്ക് നൽകണം. വാപ്പയെ പേടിച്ചു, ഉമ്മയെ ഭയന്ന് ഒരു കാര്യവും പറയാതെ രഹസ്യമായി വെച്ച് അവർക്കുണ്ടായ ദുരനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ കൂട്ടുകാർക്കിടയിലുണ്ടായ സംഭവങ്ങളൊന്നും അവർ പറയാതെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് ജീവിക്കുന്നതിനപ്പുറത്ത് പറഞ്ഞാൽ, അവർ പ്രശ്നത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ വാപ്പ എന്റെ ഉമ്മ എന്നെ കൈയൊഴിക്കുകയില്ല, രക്ഷപ്പെടുത്തും എന്ന ഒരു സമാധാനത്തിന്റെ സ്പേസ് അവർക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ എന്ത് ചെയ്യും? അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവങ്ങളൊക്കെ ഒക്കെ നമ്മളുമായി പങ്കുവെക്കും. അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നാം അവർക്ക് നല്ല മാതൃകകളാകണം. വാപ്പ ഉപദേശിക്കാൻ മാത്രം ഉണ്ടായാൽ പോരാ. വാപ്പ ഏറ്റവും നല്ല ലഹരിയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്ന സിഗരറ്റ് സ്മോക്കറാണെങ്കിൽ അതൊന്നും പാടില്ല എന്ന് മക്കളോട് പറയുമ്പോൾ ആ ഉപദേശങ്ങൾക്ക് വല്ല വിലയും ഉണ്ടാവില്ല. അതേപോലെ പടച്ചവനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചും ഒക്കെ പറയുമ്പോൾ, പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോൾ വീട്ടിൽ കൂർക്കം വലിച്ചു കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും വാക്കുകൾക്ക്
ഒരു സ്വാധീനവും ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. മക്കൾ അത് പുച്ഛത്തോടെ വലിച്ചെറിയും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് റോൾ മോഡലുകളാകാൻ, ഉത്തമ മാതൃകകളാകുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് കൈകടിക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ലഹരി ദുരന്ത കഥകൾ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നല്ല മിടുമിടുക്കരായ കുട്ടികൾ സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷയുള്ള മക്കളായി വന്ന ആളുകൾ അവർ ഹയർ സ്റ്റഡീസിന് പോയി തിരിച്ചു വരുമ്പോൾ ഒന്നിനും പറ്റാത്ത ചണ്ടിച്ചവറുകളായി മാറിയ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അവർ പെട്ടുപോയതാണ്. എന്റെ പൊന്നുമോൻ, പൊന്നുമോൾ അതിൽ പെട്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വാപ്പയും ഏതൊരു ഉമ്മയും അത്തരം കഥകളും സംഭവങ്ങളും അവർക്ക് മുമ്പിൽ തുറന്ന് വിശദീകരിച്ചു കൊടുക്കണം. അവർക്കത് പഠിക്കാനും മനസ്സിലാക്കുവാനും പറ്റുന്ന രീതിയിൽ. അതേപോലെ അതിനെല്ലാം അപ്പുറത്ത് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ധാർമ്മിക ബോധം പകർന്നു കൊടുക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ. ഖുർആൻ ചോദിച്ചതാ, നിങ്ങളെ അല്ലാഹു ഈ കണ്ണും കാതും കയ്യും കാലും മൂക്കും എല്ലാം നൽകി ആന്തരിക അവയവങ്ങളായ നേരത്തെ പറഞ്ഞ നമ്മുടെ തലച്ചോറും അതേപോലെ തന്നെ ശ്വാസകോശങ്ങളും ഹൃദയവും ഇതൊക്കെ തന്നത് നിങ്ങളെ വെറുതെ അങ്ങ് വിടാനാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ഓരോന്നിനെ സംബന്ധിച്ചും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ഉറപ്പായും റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞ സംഗതിയാണ്. അപ്പോ അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പരലോകത്ത് ചോദ്യമുണ്ടാകും മോനെ എന്ന് പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്ത നിർവഹണത്തിനേക്കാൾ ഉപരി സമാധാനത്തോടെ നല്ല മക്കളായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേപോലെ ഖുർആൻ പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നരകത്തിൽ നിന്ന് കാത്ത് സംരക്ഷിക്കണം. പോരാ, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും. അതെങ്ങനെ? കുടുംബത്തെ നമ്മൾ നരകത്തിൽ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കിത് പറഞ്ഞ പോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു വിലക്കിയ തിന്മകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവരെ കൂടി ദീനിന്റെ ധാർമ്മിക ബോധത്തിന്റെ നേരായ പാതയിലൂടെ നയിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാറ്റിനും ഉപരി നമ്മളൊക്കെ എത്ര ശ്രമിച്ചാലും പടച്ചറബിന്റെ തൗഫീഖാണ് ആത്യന്തികമായി വേണ്ടത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിനു വേണ്ടിയൊക്കെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും വരും തലമുറയെയും ഏറ്റവും നല്ല രീതിയിൽ പ്രതീക്ഷക്കൊത്ത് നാടിന്റെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഒക്കെ പ്രതീക്ഷക്കൊത്ത് ഉയരുവാൻ, വളരുവാൻ അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. രോഗികളായി കിടക്കുന്നവർ, സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ സമാധാനവും സന്തോഷവും അള്ളാഹു നമുക്ക് നൽകി ദുനിയാവിലും ആഖിറത്തിലും നാം ഓരോരുത്തരെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.